ഫലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം സാധ്യമല്ല. UN രക്ഷാസമിതിയിൽ ഒമാൻ. സലാലക്ക് ആശ്വാസം. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല കോഴിക്കോട് സർവീസ് ജൂലൈ 2 മുതൽ. മത്സ്യം ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ സ്കോംബ്രോയിഡ് പോയ്സണിങ്ങിന് സാധ്യത. ജാഗ്രതാ നിർദ്ദേശവുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. വടക്കൻ ബാത്തിനയിൽ വൻ പുകയില വേട്ട. 2200-ലധികം നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സുസ്ഥിര സുരക്ഷ കൈവരിക്കണമെങ്കിൽ സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയും അവ പരിഹരിക്കുകയും ചെയ്യണമെന്ന് ഒമാൻ സുൽത്താനേറ്റ്. UN രക്ഷാസമിതിയിൽ സംസാരിക്കവെയാണ് ഒമാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. മേഖലയിലെ ജനങ്ങളുടെ പുരോഗതിക്കും സമാധാനത്തിനും രാഷ്ട്രീയപരമായ പരിഹാരങ്ങളാണ് ഏറ്റവും വിശ്വസനീയമായ മാർഗമെന്നും ഒമാൻ കൂട്ടിച്ചേർത്തു. കൊളംബിയൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനത്തിന് മധ്യസ്ഥതയും ചർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്ന വിഷയത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ UN-ലെ ഒമാന്റെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി രക്ഷാസമിതിയിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. ഒടുവിൽ സലാലയിലെ പ്രവാസി മലയാളികൾക്ക് ആശ്വാസമേകി എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് സർവീസ് പുനരാരംഭിക്കുന്നു. പുറത്തിറക്കിയ ജൂലൈ മാസത്തെ ഷെഡ്യൂളിലാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ ഉൾപ്പെടുത്തിയത്. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. അതേസമയം സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസ് ജൂലൈ ഷെഡ്യൂളിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11-ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന കോഴിക്കോട് സലാല എയർ ഇന്ത്യ എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:05-ന് സലാലയിലെത്തും. സലാലയിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന സർവീസ് ഉച്ചയ്ക്ക് 2:15-ന് പുറപ്പെട്ട് രാത്രി 7:45-ന് കോഴിക്കോട്ടെത്തും. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട്. മത്സ്യം വാങ്ങുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശരിയായി തണുപ്പിച്ച് സൂക്ഷിക്കാത്തതോ കൃത്യമായി റെഫ്രിജറേറ്റർ ചെയ്യാത്തതോ ആയ മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴി സ്കോംബ്രോയിഡ് പോയ്സണിംഗ് എന്ന ഭക്ഷ്യവിഷബാധക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ചില മത്സ്യങ്ങൾ ആവശ്യത്തിന് തണുപ്പിച്ച് സൂക്ഷിക്കാതിരിക്കുമ്പോൾ അവയിൽ ഉയർന്ന അളവിൽ ഹിസ്റ്റമിൻ എന്ന വിഷാംശം രൂപപ്പെടും. ട്യൂണ, അയല, സൂത, നെയ്മീൻ തുടങ്ങിയ സ്കോംബ്രോയിഡ് കുടുംബത്തിൽപ്പെട്ട മത്സ്യങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. എന്നാൽ മത്തി പോലുള്ള മറ്റു ചില മത്സ്യങ്ങളിലും ഇത് വരാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ടറേറ്റ് ജനറൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വിപണിയിലെ നിയമലംഘനങ്ങൾ തടയാൻ അധികൃതർ നടത്തുന്ന കർശന നിരീക്ഷണങ്ങളുടെ ഭാഗമായാണ് നടപടി. ഒരു സംഘം പ്രവാസി തൊഴിലാളികൾ താമസ സംഘം കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങളും മറ്റും വിൽക്കുന്നതായി ഡയറക്ടറേറ്റിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നിരോധിത ഉൽപ്പന്നങ്ങളും അവ പാക്ക് ചെയ്യാൻ ഉപയോഗിച്ച സാമഗ്രികളും പിടികൂടിയത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.